നമ്മൾ മിസ്യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഓർക്കുക, ഇതെല്ലാം തട്ടിപ്പാണ്. ഞാൻ ഈമോൽ ഭദ്രാനന്ദനോട് ചോദിക്കാം. ഹായ്, എന്തോ ആലോചിച്ചിരിക്കുക, എനിക്ക് മനസ്സിലായി. അപ്പോ ഇതെല്ലാം തട്ടിപ്പാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം താങ്കൾ എനിക്കൊന്ന് ഈ അടുത്തിടയ്ക്ക് ഒരു പൂജയൊക്കെ നടത്തിയിട്ട് വന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പൂജ എന്നാ കഴിഞ്ഞ് 18-ാം തീയതി. ഓക്കെ. അപ്പോൾ ആ പൂജയിലേക്ക് നമ്മൾ വരുന്നില്ല, അത് അങ്ങയുടെ സ്വകാര്യം. അപ്പോൾ ഇതിൽ പൊതുവേ നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ആൾക്കാർ തന്നെയാണ് കൂടുതൽ വിശ്വാസികളായിട്ട് മാറുന്നത്. ആരുടെയും വിശ്വാസത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല. അതായത് അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ അമിതമായി വ്യാപിച്ച് മാനവരാശിക്ക് വൻ നാശമുണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഒരു പ്രഡിക്ഷൻ്റെ പേരിലാണ് എനിക്ക് പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് തരുന്നത്. പിന്നീട് ഒരു തമ്മിൽ കാണുന്നത് താങ്കളെ ഇന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു കാലം ആലോചിക്കുമ്പോൾ താങ്കൾ ഒരുപാട് മാറിയോ? ശ്രീകണ്ഠൻജി, നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ശരിയുണ്ട്. ഇവര് വിശ്വാസം അങ്ങ് രണ്ട് വള്ളത്തിൽ കാലം നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. അല്ലെങ്കിൽ അത് അല്ല, രണ്ട് തട്ടിപ്പാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരും രണ്ട് തരത്തിലുള്ള അന്വേഷണത്തിലാണ്, രണ്ട് തരത്തിലുള്ള വിഭ്രാന്തികളിലൂടെ കടന്നു പോവുകയാണ്. ഇത് വിഭ്രാന്തിയാണോ? ഇത് വിറ്റ്നസ് ചെയ്യുക നമ്മൾ. അല്ല, ഇത് വിഭ്രാന്തിയാണോ? ഒരു തരത്തിലുള്ള ഈ ആത്മീയതയെ പറ്റി ഇവരെല്ലാവരും സംസാരിച്ചു. എന്താണ് ആത്മീയത എന്ന് ഒരൊറ്റ വാക്കിൽ ഇവരാരെങ്കിലും ഒരു ആൻസർ തരട്ടെ. അല്ല, ആത്മീയതയുടെ വക്താക്കളാണ് നിർവചിക്കേണ്ടത്. അവർക്ക് നിർവചിക്കാൻ ഇതുവരെ പറ്റുന്നില്ല. അങ്ങൊന്ന് നിർവചിക്കുമോ? അത് ആത്മീയത എന്താണ്? ആത്മീയത? ആത്മീയത എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. എന്താ അവസ്ഥ? ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അതിൽ നിങ്ങൾ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത്? നിങ്ങൾ അതിനെ മെറ്റീരിയൽ രീതിയിൽ ആത്മാവുമായി ബന്ധപ്പെട്ട് അല്ല, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുന്നത്? അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരേനെ ഇത് നിർവചിക്കാം. അതൊരു അത് ആ പഞ്ചസാരേനെ നക്കുമ്പോ അതിലൊരു മധുരം വരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റും. ആ മധുരം എങ്ങനെ ഇരിക്കുകയാണെന്ന് നിർവചിക്കാം. ഇല്ല, നിർവചിക്കാൻ പറ്റില്ല. അത് ഒരു അനുഭവമാണ്. അതാണോ ആത്മീയത? അതാണോ ആത്മീയത? പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണോ ആത്മീയത? ആണോ? ആണെങ്കിൽ പറയട്ടെ, പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മധുരമാണ് ആത്മീയതയെങ്കിൽ പറയട്ടെ, ഞാൻ ചോദിക്കാം. ആത്മീയത ഞാൻ ചോദിക്കാം. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയതയാണ്, മധുരമാണോ ആത്മീയത? അദ്ദേഹം ആണെന്ന് പറയട്ടെ. അതാണോ ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം തർക്കശാസ്ത്രം പോലെ പകുതി അടഞ്ഞു കിടക്കുന്ന കഥവൊന്നും പകുതി തുറഞ്ഞു കിടക്കുന്ന കഥവൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹി ജസ്റ്റ് വാണ്ട് ടു ടോക്ക്, ഹി ജസ്റ്റ് വാണ്ട് ടു വെയിറ്റ് ദ ടൈം, ദാറ്റ്സ് ഇറ്റ്. ഓഹോ, അങ്ങനെയോ? നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം സ്പേസിലേക്ക് പോകുന്ന റോക്കറ്റും ശിവകാശി കാണുന്ന വാണവും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ആ വാണത്തെ കണ്ടിട്ട് റോക്കറ്റാന്ന് പറയുന്ന പോലെയാണ്. പറഞ്ഞുതരാം. ജസ്റ്റ് ലീവ്. അന്ധവിശ്വാസം, വിശ്വാസം, ശരിയായ വിശ്വാസം, അന്ധവിശ്വാസം, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. പ്രശ്നം എന്താണ്? ഇവർ പലരും പറഞ്ഞതിൽ ഇവർ കൂട്ടിക്കുഴച്ച 2-3 കാര്യം. ഒന്ന്, അദ്ദേഹത്തിന്റെ അമ്മ പറയുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാബ, അച്ഛൻ, അതാണ് വിശ്വാസം. ഇതൊക്കെ പ്രതീക്ഷിച്ചത് അതല്ല വിശ്വാസം. കുറച്ച് കഴിയുമ്പോൾ യുക്തി കൊണ്ട് മനസ്സിലാവും ഇത് അച്ഛനാണോ, ഒറിജിനൽ അച്ഛനാണോ, അല്ലാത്ത വേറെ രണ്ടാം അച്ഛനാണോ എന്നുള്ളത്. അത് വിശ്വാസം പല തലങ്ങളുണ്ട്. പ്രവചനത്തെ ഞാൻ പ്രവചിക്കാനുള്ള തന്നെ ജഗതിയുടെ കേസ് പ്രവചിച്ച താങ്കൾക്ക് എന്റെ മരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൊട്ടേഷൻ കൊടുത്ത് നിങ്ങൾക്കോ വേറെ ആർക്കെങ്കിലും ചെയ്ത് തീർക്കാവുന്നതല്ലാത്ത ഒരു കാര്യം, ഒരു അസുഖം, എന്റെ മരണം, തീയതി, സമയം ഇപ്പൊ നിങ്ങൾ പ്രവചിക്കുക. ആളുകൾ മൊത്തം കേൾക്കുകയാണ്. നിങ്ങളെ പോയി ആത്മീയത എന്ന് പറയുന്നത് ആഴം അറിയണമെങ്കിൽ ഇതിപ്പോ പ്രവചിക്കൂ. ഞാൻ റെഡി. പ്രവചിക്കല്ല, രണ്ട് തരുകയാണ്. പ്രവചിക്കൂ. പ്രവചിക്കേണ്ട കാര്യം എല്ലാ സ്വാമിമാരും ഉത്തരം മുട്ടുമ്പോൾ ആ സ്വാമിമാരാകും. അത് ആരുടെ കുറ്റമല്ല. അപ്പം ഈ വിശ്വാസികളെ നേരത്തെ പറഞ്ഞ മജീഷ്യൻ പറഞ്ഞ ജനങ്ങളുടെ ദൈന്യതയെ ചൂഷണം ചെയ്ത് മൃഷ്ടാന്നം ഭക്ഷിക്കുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന കുറെ ആളുകള് ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. കാർത്തികേയൻ.